പ്രൈസ് ദി ലോർഡ്. ക്ഷമിച്ച് സ്തുതിയായിരിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് സ്വദേശത്തും വിദേശത്തുമുള്ള നമ്മളെല്ലാവരും ഒരുമിച്ച് കൈകോർത്ത് ഓരോ നിമിഷവും സഭയിൽ അർപ്പിക്കുന്ന പരിശുദ്ധ കുർബാനയുടെ പരിശുദ്ധ ശക്തിയോട് ചേർത്ത് വെച്ചുകൊണ്ട് അതിശക്തമായ ഒരു നിയോഗ പ്രാർത്ഥന. വിട്ടുമാറാത്ത ദുശീലങ്ങൾക്ക് അടിമപ്പെട്ട വ്യക്തികളെ, നമ്മുടെ കുടുംബത്തിലുള്ളവരെയും നമ്മുടെ പരിചയത്തിലുള്ളവരെയൊക്കെ സമർപ്പിച്ചുകൊണ്ട് ഓരോ തിരുവചനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് വിശ്വാസത്തോടുകൂടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു ചെറിയ പ്രാർത്ഥനയാണ്. ഇന്ന് നമ്മൾ ഏറ്റെടുക്കുന്ന തിരുവചനം ഇതാണ്. സുഭാഷിതങ്ങൾ 20-ാം അധ്യായം 1-ാമത്തെ തിരുവചനം. വീഞ്ഞ് പരിഹാസകനും മദ്യം കലഹക്കാരനുമാണ്, അവയ്ക്ക് അടിമപ്പെടുന്നവന് വിവേകമില്ല. ഇത്തരത്തിൽ ജീവിക്കുന്ന മക്കള്, അവരെ ഓർത്ത് വേദനിക്കുന്ന, ഇവരിലൂടെ സ്വസ്ഥത കിട്ടാത്ത മറ്റു കുടുംബാംഗങ്ങള്, ഇത്തരത്തിൽ വേദനിക്കുന്ന എല്ലാവരെയും ഓരോ നിമിഷവും അർപ്പിക്കുന്ന പരിശുദ്ധ ബലിയോട് ചേർത്ത് വെച്ചുകൊണ്ട് മദ്യപാനം, പുകവലി, മയക്കുമരുന്നിനൊക്കെ അടിമപ്പെട്ട് കഴിയുന്ന എല്ലാ വ്യക്തികളെയും തമ്പുരാന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാല്, ആ ഒരു അഗ്നിയാല് അവർ നിറയപ്പെടുവാനും അവർ മുഖാന്തരം വേദനിക്കുന്ന എല്ലാ കുടുംബാംഗങ്ങളിലേക്കും അവരൊരു ശക്തി വ്യാപരിക്കാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. എപ്പോഴും അരിശം, ആരെയും സ്നേഹിക്കാൻ പറ്റുന്നില്ലാത്ത ഒരവസ്ഥ, ഉറക്കമില്ലാത്ത അവസ്ഥ, വിശപ്പില്ല, ഇനി ജീവിക്കേണ്ട, മരിച്ചാൽ മതി എന്ന ചിന്ത, ഒന്നിലും സന്തോഷം തോന്നാത്തൊരവസ്ഥ, ഇങ്ങനെയുള്ളവര് ഈ ഒരു അവസ്ഥയില് യേശുനാമത്തില് ഈ ഒരു ബന്ധനം നമ്മളുടെ ജീവിതത്തിൽ നിന്നും വിട്ടുപോകാനായിട്ട് പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയണമേ എന്ന് ആവർത്തിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ നിമിഷവും ഈ തിരുവചനം ഏറ്റെടുത്തുകൊണ്ട് വീഞ്ഞ് പരിഹാസകനും മദ്യം കലഹക്കാരനുമാണ്, അവയ്ക്ക് അടിമപ്പെടുന്നവർക്ക് വിവേകമില്ല. ഇത്തരത്തിൽ വേദനിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ തമ്പുരാൻ ഈ നിമിഷം ഞങ്ങളുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ അഗ്നിയാൽ അവരെ നിറയ്ക്കണമേ. അവര് കാണിക്കുന്ന പ്രവൃത്തികൾ കാണുമ്പോൾ ഞങ്ങൾക്കുണ്ടാകുന്ന ദേഷ്യം, കോപം, അസ്വസ്ഥതകളെ വിട്ടുമാറാത്ത അവസ്ഥ, മരിക്കണം എന്നുള്ള ചിന്ത, ഈ ഒരു അവസ്ഥയൊക്കെ പരിശുദ്ധാത്മാവ് കൊണ്ട് നമ്മുടെ ജീവിതത്തെ ഒന്ന് നിറയ്ക്കാനായിട്ട് ആത്മാർത്ഥമാണ് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിന്റെ അഗ്നി ലൂക്ക 1:35 അഭിഷേകത്തിൽ വ്യാപരിച്ചുകൊണ്ട് ദൈവത്തിനൊന്നും അസാധ്യമല്ല. ലൂക്ക 37 നമ്മൾ എത്ര പറഞ്ഞാലും നന്നാകാത്തൊരവസ്ഥ, എത്ര പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കിട്ടാത്തൊരവസ്ഥയിലേക്ക് ഈ വ്യക്തികളെ ചേർത്ത് വെച്ച് ലൂക്ക 1:37 അഭിഷേകം ഇത്തരത്തിൽ വേദനിക്കുന്ന ഓരോ മക്കളിലേക്കും വ്യാപരിക്കുവാനായിട്ട് വിശ്വാസം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുകയും നമ്മുടെ നിയോഗം സ്വർഗത്തിലെത്താൻ യേശു നമ്മുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി സ്വർഗീയ പിതാവിനോട് മധ്യസ്ഥം വഹിക്കാനായിട്ട് കടന്നു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.